ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണനും അസുരന്മാരും പാർട്ട് 2. കുട്ടികളെ, ഭഗവാൻ കൃഷ്ണനെ കൊല്ലാൻ പിന്നെയും പല ദുഷ്ടന്മാരെയും കംസൻ വിട്ടുകൊണ്ടേയിരുന്നു. അതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഒരു ദിവസം കൃഷ്ണനും ഗോപന്മാരും യമുനാതീരത്ത് കളിക്കുകയായിരുന്നു. അവർ ഒരു തല്ലി യുദ്ധം നടത്താൻ തീരുമാനിച്ചു. തല്ലിൽ ജയിക്കുന്നവനെ തോൽക്കുന്നവൻ എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണം. അതാണ് കളി. ഈ സമയത്ത് കംസൻ നിയോഗിച്ച പ്രലംബൻ എന്ന അസുരൻ ഒരു ഗോപകുമാരൻ്റെ വേഷത്തിൽ ആ കൂട്ടത്തിൽ കൂടി കളിക്കാൻ തുടങ്ങി. കൃഷ്ണൻ അവനെ തിരിച്ചറിഞ്ഞ് വിവരം ബലരാമനെയും അറിയിച്ചു. ഗോപന്മാരും കൃഷ്ണനും ബലരാമനും ഇത് കളിക്കാൻ പറ്റിയ ഒരു സ്ഥലം അന്വേഷിക്കുകയായിരുന്നു. ഒടുവിൽ അവർ ഭാണ്ഡീരകം എന്ന ഒരു പേരുള്ള ഒരു വനത്തിൽ ഒരു പേരാൽ മരത്തിൻ്റെ ചുവട്ടിലെത്തി. ഈ സ്ഥലത്ത് കളിക്കാമെന്ന് കൃഷ്ണനും ബലരാമനും പറഞ്ഞു. 2 ചേരികളായിട്ടാണ് കളി. ഒന്നിൻ്റെ തലവൻ കൃഷ്ണനും മറ്റേതിൻ്റേത് ബലരാമനുമായിരുന്നു. കളി തുടങ്ങി. കൃഷ്ണൻ്റെ ഏറ്റവും വലിയ സുഹൃത്തായ സുദാമാവ് ബലരാമൻ്റെ ചേരിയിലായിരുന്നു. കൃഷ്ണൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു തൻ്റെ ഏറ്റവും ഭക്തനായ സുദാമാവിനെ തൻ്റെ തോളിൽ ചുമക്കണമെന്ന്. അങ്ങനെ ഭക്തൻ്റെ മുൻപിൽ കൃഷ്ണൻ സ്വയം തോറ്റ് സുദാമാവിനെ ചുമലിലെടുത്ത് സന്തോഷത്തോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. കൂട്ടുകാർ ആർപ്പ് വിളിച്ചു. അത് കഴിഞ്ഞ് പിന്നെയും യുദ്ധക്കളി തുടർന്നു. ഒരു വട്ടം ബലരാമനും പ്രലംബനും തമ്മിലാണ് മത്സരം തുടങ്ങിയത്. രാമൻ പ്രലംബനെ തോൽപ്പിച്ചു. അപ്പോൾ പ്രലംബൻ രാമനെയും എടുത്ത് ഓടാൻ തുടങ്ങി. രാമൻ കൃഷ്ണനാണെന്ന് പ്രലംബൻ തെറ്റിദ്ധരിച്ച് തൻ്റെ അസുര രൂപത്തിൽ ഒരു പർവ്വതം കണക്കെ മേൽപോട്ട് ഉയർന്നു. ബലരാമൻ ഒരു കൊതുക് പോലെ കാണപ്പെട്ടു. ഈ സമയം കൃഷ്ണൻ രാമൻ്റെ നേർക്ക് നോക്കി. ഉടൻ രാമൻ തൻ്റെ മുഷ്ടി ചുരുട്ടി ആ അസുരൻ്റെ മൂർധാവിൽ ഇടിച്ചു. മൂർധാവ് പൊട്ടിത്തകർന്ന് അവൻ നിലത്ത് വീണു. കൃഷ്ണൻ ബലരാമനെ ആലിംഗനം ചെയ്തു. അത് കഴിഞ്ഞ് ആ വനത്തിൽ കാട്ടുതീ പടർന്നു. എല്ലാവരും ഭയന്നു. എല്ലാവരും കണ്ണടയ്ക്കാൻ പറഞ്ഞിട്ട് ഭഗവാൻ ആ തീ മുഴുവൻ ഉള്ളിലാക്കി. എന്നിട്ട് ഗോപന്മാർ കണ്ണു തുറക്കാൻ പറഞ്ഞു. ഗോപന്മാർ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ അവിടെ കാട്ടുതീ കാണാനില്ലായിരുന്നു. ഇത് ഗോപന്മാർക്ക് കൃഷ്ണനിൽ കൂടുതൽ ഭക്തിയും വിശ്വാസവും ഉണ്ടായി. അത് കഴിഞ്ഞ് എല്ലാവരും കൂടി സന്തോഷത്തോടെ സ്വഗ്രഹങ്ങളിലേക്ക് പോയി. ഒരു ദിവസം രാത്രിയിൽ കൃഷ്ണനും രാമനും വൃന്ദാവനത്തിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ശംഖചൂഡൻ എന്ന ഒരു യക്ഷൻ അവിടെ പതുങ്ങി നിന്നു. കൃഷ്ണൻ്റെ ഓടക്കുഴലിൻ്റെ നാദത്തിനനുസരിച്ച് പാടി നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഗോപസുന്ദരികൾ. ശംഖചൂഡൻ പെട്ടെന്ന് കുറച്ച് ഗോപസുന്ദരികളെ തോളിലേറ്റി കാട്ടിലേക്ക് ഓടി മറഞ്ഞു. രാമൻ തൻ്റെ ആയുധവും എടുത്തുകൊണ്ട് അവൻ്റെ പിറകെ ഓടി. രാമൻ്റെ കോപത്തോടെയുള്ള വരവ് കണ്ട യക്ഷൻ സ്ത്രീകളെ വിട്ടിട്ട് ആകാശത്തിലേക്ക് ഉയർന്നു. ആ അഹങ്കാരിയെ വിടാൻ പാടില്ലെന്ന് കണ്ട കൃഷ്ണൻ ആകാശത്തേക്ക് കുതിച്ചു ചാടി ആകാശത്ത് വെച്ച് അവനെ വധിച്ചു. അവൻ്റെ ശിരസിലിരുന്ന ചൂടാരക്തം പറിച്ചെടുത്ത് ബലരാമന് നൽകി. പിന്നീട് ഒരു ദിവസം വൃന്ദാവനത്തിലുള്ള ഒരു ഗൗരി ക്ഷേത്രത്തിൽ വ്രതമഹോത്സവത്തിന് എല്ലാവരും എത്തി. എല്ലാവരും സരസ്വതി നദിയിൽ കുളിച്ച് വന്ന് വ്രതാനുഷ്ഠാനങ്ങളുടെ ചടങ്ങുകൾ ആരംഭിച്ചു. പൂജകളെല്ലാം നടത്തി ബ്രാഹ്മണർക്ക് ആഹാരം, വസ്ത്രം, ധനം എല്ലാം ദാനം ചെയ്തു. ആചാരവിധി അനുസരിച്ച് രാത്രിയിൽ ഉറങ്ങാതെ അവർ നദീതീരത്ത് കഴിച്ചു കൂട്ടി. ഈ സമയം ഒരു പെരുമ്പാമ്പ് ഇഴഞ്ഞുവന്ന് നന്ദഗോപനെ ചുറ്റി. നന്ദഗോപൻ രാമ, കൃഷ്ണ എന്ന് വിളിച്ച് കരഞ്ഞു. കരച്ചിൽ കേട്ട് എല്ലാവരും ഓടിയെത്തി. എല്ലാവരും പാമ്പിനെ കാലിൽ നിന്ന് മാറ്റാൻ ആവത് ശ്രമിച്ചു. അവസാനം കൃഷ്ണൻ തൻ്റെ പാദം കൊണ്ട് അവനെ ശക്തിയായി ചവിട്ടി. ഭഗവാന്റെ പാദസ്പർശം ഏറ്റപ്പോൾ അവൻ ചത്തുവീണു. ആ ജഡത്തിൽ നിന്ന് ഒരു ദിവ്യരൂപം പ്രത്യക്ഷപ്പെട്ട് കൃഷ്ണനെ സാഷ്ടാംഗം നമസ്കരിച്ചു. അങ്ങ് ആരാണെന്ന് കൃഷ്ണൻ ചോദിച്ചു. ഞാൻ സുദർശൻ. ഞാൻ അഹങ്കാരം കൊണ്ട് അങ്കിരസ് തുടങ്ങിയ മുനികളെ ആക്ഷേപിച്ചപ്പോൾ അവർ എന്നെ ഒരു പെരുമ്പാമ്പായി പോകട്ടെ എന്ന് ശപിച്ചു. ശാപമോക്ഷത്തിന് അപേക്ഷിച്ചപ്പോൾ ദ്വാപരയുഗത്തിൻ്റെ അവസാനം ഭഗവാൻ കൃഷ്ണൻ നിന്നെ സ്പർശിക്കുമ്പോൾ നിനക്ക് ശാപമോക്ഷം ലഭിക്കുമെന്നും പറഞ്ഞു. അന്ന് തൊട്ട് ഭഗവാനെയും പ്രതീക്ഷിച്ച് ജീവിക്കുകയായിരുന്നു. അങ്ങയുടെ പിതാവിനെ ചുറ്റിയാൽ അങ്ങ് എന്നെ വധിച്ച് ശാപമോക്ഷം നൽകുമെന്നുള്ള വിശ്വാസത്തിലാണ് ചെയ്തതെന്നും പറഞ്ഞു. കൃഷ്ണൻ അവനെ അനുഗ്രഹം നൽകി പറഞ്ഞയച്ചു. കുട്ടികളെ,
ഭഗവാൻ ഭൂമിയിൽ ജീവിക്കുന്ന ദുഷ്ടന്മാരെ ഓരോരുത്തരെയായി വധിച്ചു കൊണ്ടിരിക്കുന്ന കഥ കേട്ടല്ലോ. ഇനി നിർത്തട്ടെ. ഹരി ഓം തത്സത്.